മലയാള സാഹിത്യ ലോകത്ത് സ്വന്തമായ ശൈലിയും ശക്തമായ ഭാഷയും കൊണ്ട് വായനക്കാരുടെ നെഞ്ചിൽ ഇടം നേടിയ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ. 1994 എറണാകുളം മഹാരാജാസിൻ്റെ മണ്ണിൽ നിന്ന് 1ാം റാങ്കോടെ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായി തൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചു. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, മാധ്യമപ്രവർത്തകൻ, വിശേഷണങ്ങൾ പലതാണ്. കടിഞ്ഞാണില്ലാതെ കാലുകളില്ലാതെ തണലും തളിരും തേടി. തൻ്റെ ആദ്യ കഥാസമാഹാരമായ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, ആദ്യ നോവലായ മനുഷ്യനൊരാമുഖം എന്നിവയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഏക എഴുത്തുകാരൻ എന്ന അപൂർവ നേട്ടം ഇദ്ദേഹത്തിനുണ്ട്. കാലത്ത് എന്റെ സുഹൃത്തായിട്ടുള്ള ഒരു കഥാകൃത്ത് ദാസേട്ടനെ ഞാൻ പരിചയപ്പെടുത്തി കോഴിക്കോട് ഒരു സുഭാഷ് ചന്ദ്രൻ എന്ന് പറയും. മലയാളത്തിലെ പുതിയ തലമുറയിലെ വളരെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ്. ആധുനികോത്തര സാഹിത്യ സംസ്കൃതി രൂപപ്പെടുത്തുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച അദ്ദേഹത്തിൻ്റെ മനുഷ്യന് ഒരാമുഖം എന്ന നോവൽ 1,00,000-ലധികം പ്രതികൾ വിറ്റഴിഞ്ഞ മികച്ച ബെസ്റ്റ്സെല്ലറാണ്. മനുഷ്യജീവിതത്തിൻ്റെ ആഴങ്ങളും ബന്ധങ്ങളുടെ സങ്കീർണതകളും ഇത്രത്തോളം ഹൃദയസ്പർശിയായി അടയാളപ്പെടുത്തിയ മറ്റൊരു സമകാലിക എഴുത്തുകാരൻ കുറവായിരിക്കും. വായനമുറികളിൽ മാത്രമല്ല, വെള്ളിത്തിരയിലും അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് ജീവൻ വച്ചു. വധക്രമം, സന്മാർഗം, ഗുപ്തം, പറുദീസ നഷ്ടം തുടങ്ങിയ കഥകൾ സിനിമകളായി രൂപാന്തരപ്പെട്ടു. ഇതിൽ പറുദീസ നഷ്ടം എന്ന കഥയെ ആസ്പദമാക്കിയാണ് പ്രശസ്ത മലയാള ചിത്രം ലാപ്ടോപ്പ് നിർമ്മിക്കപ്പെട്ടത്. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ. MTക്ക് ശേഷം, അല്ലെങ്കിൽ MTയുടെ വഴിയെ നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് സുഭാഷ് ചന്ദ്രനെ. MTയുടെ ശൈലി അനുകരിക്കുന്ന ഒരാളല്ല സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ്റെ ശൈലി യുണീക്കാണ്, മൗലികമായതാണ്. അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ഭാഷയുടെ സൗന്ദര്യവും ചിന്തയുടെ ആഴവും മനുഷ്യജീവിതത്തോടുള്ള ആത്മാർത്ഥമായ നിരീക്ഷണവും സമന്വയിപ്പിച്ച എഴുത്തുകാരൻ. അപൂർവമായ രചനാ വഴിയിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ സത്വാത്മകത വെളിപ്പെടുത്തിയ ശ്രീ സുഭാഷ് ചന്ദ്രന് P. കേശവദേവിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 22ാമത് P. കേശവദേവ് സാഹിത്യ പുരസ്കാരം സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു.